ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആനന്ദം പല മടങ്ങായി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ. വെനീസിലെ അപ്പസ്തോലിക സന്ദർശന മധ്യേ സെന്റ് മാർക്സ് ചത്തുരത്തിൽ അർപ്പിച്ച ദിവ്യബലിയിലായിരുന്നു പാപ്പയുടെ പരാമർശം. ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി കലാസാംസ്കാരിക കേന്ദ്രമായ വെനീസ് നഗരം ഫ്രാൻസിസ് മാർപ്പാപ്പ സന്ദർശിച്ചു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുക എന്ന ആപ്തവാക്യത്തോടെയാണ് പാപ്പയുടെ സന്ദർശനം ക്രമീകരിച്ചിരിക്കുന്നത്. ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നതിലൂടെ സുവിശേഷത്തിന്റെയും നീതിയുടെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും പരസ്പര പരിഗണനയുടെയും സദ്ഫലങ്ങൾ നാം ആയിരിക്കുന്ന സമൂഹത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന് പാപ്പ പറഞ്ഞു. വിവിധ സംസ്കാരങ്ങൾ കണ്ടുമുട്ടുകയും കൈമാറ്റം ചെയ്യപ്പെടുകയും ചെയ്യുന്നതിന്റെ പ്രതീകമായി മാറിയിരിക്കുന്ന വെനീസ് നഗരം പോലെ എല്ലാവരെയും സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും പരിചരിക്കുകയും ചെയ്യുന്ന ഇടങ്ങളായി ക്രൈസ്തവ സമൂഹങ്ങളും കൂട്ടായ്മകളും മാറട്ടെയെന്ന് പാപ്പ ആശംസിച്ചു. ഗ്യൂഡേക്ക ദ്വീപിലുള്ള സ്ത്രീകളുടെ ജയിലിലെ അന്തേവാസികളുമായി നടത്തിയ കൂടിക്കാഴ്ചയോടെയാണ് പാപ്പയുടെ ഔദ്യോഗിക സന്ദർശനം ആരംഭിച്ചത്. തങ്ങളുടെയും മറ്റുള്ളവരുടെയും ഉള്ളിലെ സൗന്ദര്യം വീണ്ടും കണ്ടെത്തുവാനുള്ള അവസരമായി ജയിൽ ജീവിതത്തെ മാറ്റാൻ സാധിക്കുമെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. തുടർന്ന് വെനീസിൽ നടക്കുന്ന ബിനാലെ സന്ദർശിച്ച പാപ്പ ബിനാലയിലെ വത്തിക്കാൻ പവലിയൻ തയ്യാറാക്കാൻ നേതൃത്വം നൽകിയ കലാകാരന്മാരുമായി കൂടിക്കാഴ്ച നടത്തി. പിന്നീട് വാട്ടർ ബസിൽ ആരോഗ്യമാത മൈനർ ബസിലിക്ക സന്ദർശിച്ച പാപ്പ അവിടെ യുവജനങ്ങളുമായും കൂടിക്കാഴ്ച നടത്തി. ദുഃഖത്തിന്റെ മടിത്തട്ടിൽ നിന്ന് എഴുന്നേൽക്കുവാനും സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവാനും പാപ്പ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്തു. നിങ്ങളെ തന്നെ ഒറ്റപ്പെടുത്തരുതെന്നും മറ്റുള്ളവരുമായി സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തെ കൂട്ടായ്മയിലൂടെ തേടുവാനും പാപ്പ യുവജനങ്ങളോട് ആവശ്യപ്പെട്ടു. തുടർന്ന് ഗോൾഫ് കോർട്ടിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് മാർക്സ് ചത്തുരത്തിൽ പാപ്പ ദിവ്യബലി അർപ്പിച്ച് വചനസന്ദേശം നൽകി. ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ് ദിവ്യബലി മധ്യേയുള്ള സന്ദേശത്തിൽ പ്രധാനമായും പാപ്പ ഊന്നൽ നൽകിയത്. ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയല്ല, മറിച്ച് നമ്മുടെ ആനന്ദം പല മടങ്ങായി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നതെന്ന് ദിവ്യബലിയിൽ പാപ്പ വ്യക്തമാക്കി. വിശുദ്ധ മർക്കോസിന്റെ ബസിലിക്കയിൽ സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർക്കോസിന്റെ കബറിടത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചതിനു ശേഷമാണ് പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങിയത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗ്ന ന്യൂസ്.